LDF ആയിട്ട് ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനങ്ങളെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ എല്ലാ ഘടകകക്ഷികൾക്കും അവകാശമുണ്ട്. ആ അവകാശം ഞങ്ങളും ഉപയോഗപ്പെടുത്തും. പക്ഷേ ചർച്ചകൾക്ക് ശേഷമാണ് ആർക്കാണ് ആ സീറ്റ് അന്തിമമായി ഉള്ളതെന്ന് തീരുമാനിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്, മൂന്ന് ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമെന്ന് NCP ആവശ്യപ്പെടും. അത് മുന്നണി യോഗത്തിലല്ലാതെ പരസ്യ പ്രസ്താവനകളിലൂടെ വിവാദം ഉണ്ടാക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ അവകാശവാദം മുന്നണിയുടെ ഉത്തരവാദപ്പെട്ട വേദിയിൽ ഉന്നയിച്ച് ഞങ്ങൾക്കത് കിട്ടാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. പക്ഷേ അന്തിമമായി മുന്നണിയാണ് തീരുമാനിക്കുക. മുന്നണി തീരുമാനമനുസരിച്ച് ആണ് ഇതുവരെ ഞങ്ങൾ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. നാളെയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക. അല്ല, അതറിയിക്കാമല്ലോ. കാരണം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് പാർട്ടി പ്രവർത്തകനാണ് ഒരു സീറ്റ് കിട്ടിയ തിരക്കേടില്ല, ഒരു സ്ഥാനം കിട്ടിയ തിരക്കേടില്ലെന്ന് ആഗ്രഹിക്കാത്ത പാർട്ടിക്കാർ എവിടെയെങ്കിലും ഉണ്ടോ? ഞങ്ങളെ പ്രവർത്തകരെങ്ങനെയാണ് പാർട്ടിക്കൊരു അവസരം കിട്ടണമെന്നുള്ള സന്ദർഭത്തിൽ അത് ചോദിക്കുകയും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ഞങ്ങളെ പാർട്ടി പ്രവർത്തകന്മാർ. മറ്റൊരു കാര്യം തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല. തോമസ് കെ തോമസ് ആവശ്യപ്പെട്ട കാര്യം എനിക്കറിയേയില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അത്തരത്തിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി ആ സമയത്ത് തോമസ് കെ തോമസിനെ 2.5 വർഷത്തിന് ശേഷം മന്ത്രിയാക്കാം എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അല്ല, അത് CPM-നോടല്ലേ ചോദിക്കണ്ടേ? കോടിയേരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടാണ് ചോദിക്കേണ്ടത്. NCP-യിലെ മന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നത് NCP-യുടെ സംസ്ഥാന നേതൃത്വവും NCP-യുടെ ദേശീയ നേതൃത്വമാണ്. എല്ലാ പാർട്ടികളും, ഞങ്ങളത് മാത്രമല്ല. CPM-ൻ്റെ മന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയും മേൽ കമ്മിറ്റിയുമാണ്. കോൺഗ്രസ്സിലെ മന്ത്രി ആരാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വമാണ്. എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെയാണ്, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ കോടിയേരിയായിട്ട് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടോ എന്ന് CPM-നോട് ചോദിച്ചാലേ അറിയുള്ളൂ. എനിക്കറിയില്ല. പാർട്ടിയിലൊരു ചർച്ചയില്ല, പാർട്ടിയിലൊരു ചർച്ചയുമില്ല. അല്ല, ഉന്നയിച്ചതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഈ സോളാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു സമരം ഒത്തുതീർപ്പാക്കിയതാണ് എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പാക്കിയിട്ടുള്ളൊരു കാര്യം NCP-യുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. ലോകത്തെമ്പാടും ഇന്ത്യയിലും നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളും അന്തിമ വിജയം കണ്ടല്ല പിൻവലിച്ചത്, ഒത്തുതീർപ്പിലൂടെ തന്നെയാണ് തീർന്നിട്ടുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒത്തുതീർപ്പ് ശ്രമം ഉണ്ടാവും, സമരം നടത്തുന്നവരുടെ ഭാഗത്ത് ഒത്തുതീർപ്പ് ഉണ്ടാവും. അത് ഒരു വഴിക്ക് നടക്കുന്നത്. അങ്ങനെ എല്ലാത്ത തീർന്ന് നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണല്ലോ കണ്ണൂർ. അതൊരു ഒത്തുതീർപ്പിലൂടെ തന്നെയാണ് തീരുക. അല്ലാതെ പിന്നെ 100% ബോണസ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത എല്ലാ സമരങ്ങളും അവസാനിച്ചത് 100% ബോണസ് കിട്ടിയിട്ടാണോ? നമ്മളൊരാവശ്യപ്പെടും, പക്ഷേ ഏതാണ്ട് അമിക്കബിളായ ഒരു ധാരണയിലെത്തുമ്പോൾ സമരം പിൻവലിക്കും. അതിന് പിന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവും, ഇൻഡയറക്റ്റായിട്ട് സമരങ്ങൾ നടക്കുന്നുണ്ടാവും. അത് ഇപ്പം ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞതുപോലെ അത് സ്വാഭാവികമല്ലേ. ഒരു സമരം നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കൊണ്ട് ഗവൺമെൻറ് എന്താ ആഗ്രഹിക്കുക? സമരം തീർക്കാൻ ആഗ്രഹിക്കുക. അനന്തമായി കൊണ്ടുപോകാൻ സമരം നടത്തുന്നവരും തയ്യാറാവില്ല. അത് നമ്മൾ കണ്ടതില്ല. ഇതിലതിനപ്പുറത്ത് ഒരു പുതുമയെന്താ ഇതിൻ്റെ അകത്തുള്ളത്? അതെങ്ങനെയാണ്? അതിന് പാർട്ടി അണികൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പാർട്ടി അണികൾക്ക് തോന്നിയിട്ടില്ല. അല്ല, എല്ലാവരും അറിഞ്ഞിട്ട് ചർച്ച നടക്കില്ല. ചർച്ച നടക്കൽ ഒരു ചെറിയ ചർച്ച നടത്തി അതിനെപ്പറ്റി ഒരു ആശയവിനിമയം നടത്തിയിട്ട് ചെയ്യുമെന്നല്ലാതെ. ഇപ്പം തന്നെ ഞാൻ കേട്ടത് പിന്നെ സഖാവ് C. ദിവാകരൻ അദ്ദേഹത്തെ AK സെൻറ്ററിൽ വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ പന്ന്യൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അത് ചായ കുടിക്കാനല്ലല്ലോ, ചർച്ച ചെയ്യാനല്ലേ വിളിച്ചിട്ടുള്ളത്. അതെ, അത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാത് പാർട്ടിയിലെ പ്രവർത്തകന്മാർ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ, മനഃപൂർവ്വമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിച്ച് കൂടുതൽ ശക്തിയോട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുക. ഞങ്ങളുടെ 14 ജില്ലകളിലുള്ള യോഗങ്ങൾ വെച്ചു. നാളത്തോടുകൂടി മറ്റന്നാളത്തോടുകൂടി എല്ലാ യോഗങ്ങളും അവസാനിക്കും. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രവർത്തകന്മാർക്ക് അഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിക്കാൻ നടക്കുന്ന റിസൾട്ട് ഉണ്ടാവും. അവർക്ക് ആവേശത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും. അല്ല, 20-ൽ 20 ഞങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വേണ്ടാത്ത വാദമൊന്നും
ഉന്നയിക്കാൻ ഇനിയിപ്പോൾ UDF പോലും ധൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മികച്ചൊരു വിജയം ഉണ്ടാവും. അഭിമാനിക്കാൻ കഴിയുന്നത്ര വിജയമുണ്ടാവും.